മിനിമം 6 to 8 kg per plant എടുക്കും സാറേ. ഈ സീഡ് കൊടുക്കുന്ന തൃശ്ശൂരാണ്. ഇത് കർണാടക കേരള ബോർഡറിലുള്ളത്. ഇതാണ് ധൂപ്പ. മട്ടി മലയാളത്തിൽ ഏലിയാന്തസ് ത്രൈപ്പൈസ, ഇംഗ്ലീഷ് പേര്. കന്നഡത്തിൽ നിത്യ ഹരിദ്വർണ്ണ മര. ദി ബെസ്റ്റ് മരമാണ് കുരുമുളക് വെക്കാൻ വേണ്ടിട്ട്. 2-3 മാസം കഴിയുമ്പോഴത്തേനും കൊടി വെക്കുമോ? കൊടി വെക്കുക. കുരുമുളക് കാട്ടിലാവുന്ന ഒരു ചെടിയാണ്. കാട്ടിൽ എങ്ങനെ അതേപോലെ നമ്മൾ നോക്കണം. നമ്മൾ പ്രകൃതിന്റെ കൂടെ പോകണം, സയന്റിഫിക് വേ പോകണം. കാടിൽ എന്ത് സയൻസ് നടക്കുന്നുണ്ട് അത് ഫോളോ ചെയ്യണം. ഇതിപ്പോ ആൾക്കാർ വ്യാപകമായിട്ട് തന്നെ ഇപ്പൊ വെക്കുന്നുണ്ട്. ആൾക്കാർ നല്ലോണം വെക്കുന്നുണ്ട്. ശരിക്കും ഒരു കാട്ടുമരമാണോ ഇത്? ഇതിന്റെ അകത്ത് നമ്മൾ എന്തുമാത്രം ഇവിടെ മട്ടി വെച്ചിരിക്കുന്നത്? നമ്മളത് 9x9 സ്പേസിംഗ് 1500 മുകളിലുണ്ട്. കുരുമുളകിന് നമ്മൾ ഈ ധൂപമരമാണ് ഏറ്റവും നല്ല മരം എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്നാ? ഈ ധൂപ്പ ഫോറസ്റ്റ് ട്രീ ആണ്. കുരുമുളക് കാട് ചെടിയാണ്. എവർഗ്രീൻ ട്രീ. എപ്പോ വെയിൽ വേണം ഇത് കുരുമുളകിന് ആ സമയത്ത് വെയിൽ കൊടുക്കും. എപ്പോ തണൽ വേണം ആ സമയത്ത് ഈ തണൽ കൊടുക്കും. പിന്നെ റൂട്ട് കോമ്പറ്റീഷൻ ഇല്ല, അസുഖവും ഇല്ല, പെട്ടെന്ന് വളരും. വിതിൻ 6 to 1 year we can nurture black pepper plants in this. ഇവിടെ കർണാടകയെ പിടിക്കുന്ന പോലെ തന്നെ നമുക്ക് കേരളത്തിന് ഇത് പിടിച്ച് നല്ല ഇതുപോലെ വളർന്നു കിട്ടുമോ? ത്രൂ ഔട്ട് ഇന്ത്യ ഈ സീഡ് സപ്ലൈ കൊടുക്കുന്നത് തൃശ്ശൂരാണ്. ത്രൂ ഔട്ട് ഇന്ത്യ. ഞാൻ പോയിട്ട് ഈ സീഡ് കൊണ്ടുവന്ന് തൃശ്ശൂർ സീഡ് ഡിപ്പാർട്ട്മെന്റ് പ്രൊമോട്ട് ചെയ്യുന്നത് തൃശ്ശൂർ. ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് കണ്ണൂർ റിസർച്ച് സ്റ്റേഷൻ നമ്മുടെ കേരളത്തിലാണ്. ഈ ചെടിയിൽ 2 ബെനിഫിറ്റ് ഉണ്ട്. നല്ല വുഡ് വാല്യൂ ഉണ്ട്. പയ്യാനിക്ക് വുഡ് വാല്യൂ കുറവ്, ഇരട്ടിയാണ് ഇതിൽ വുഡ് വാല്യൂ ഉള്ളത്. അതല്ലാത്ത റെസിൻ ഉണ്ട്. കിട്ടുന്ന ഈ മറന്ന് കിട്ടുന്ന ഗമ്മ് നല്ല വാല്യൂ ഉണ്ട്. ആ ഗമ്മിന് നല്ല വാല്യൂ ഉണ്ട്. ഇതിന്റെ അപ്പൊ എന്നാ കാണിച്ചാൽ ആ വേനൽക്കാലത്ത് ഈ ഇല പോകാല. പയ്യാനി വളർന്നു തന്നെ ഒറ്റ തണ്ടായിട്ട് തന്നെ സ്ട്രേറ്റ് പോകും. അല്ലാതെ ഇത് ടോപ്പ് പ്രൂൺ ചെയ്താൽ സൈഡിൽ നിന്ന് ബ്രാഞ്ച് വരില്ല. വെക്കുമ്പോ ഒരു ശ്രദ്ധിക്കണം, വെള്ളം നിൽക്കാൻ പാടില്ല. ഇത് ബെഡ് റൈസ്ഡ് ബെഡ് ആക്കിയിട്ട് വെക്കും. പുതിയതായിട്ട് ഇവിടെ കർണാടകയില ഇപ്പം പെപ്പർ പ്ലാന്റ് ചെയ്യുന്ന എല്ലാവരും കൂടുതലായിട്ട് ഇത് തന്നെ ചെയ്യുന്നത് പറഞ്ഞു. നമ്മുടെ ജോസഫ് ചാക്കോ സാറിനെ പോലെ. ജോസഫ് ചാക്കോ ഇപ്പൊ കർണാടകത്തിൽ ലെജൻഡ്. ഫീൽഡ് എക്സ്പീരിയൻസ് കർണാടകത്തിൽ അയാളുടെ അത്ര ആർക്കും ഇല്ല. ഹി ഹാസ് എക്സ്പീരിയൻസ് ഫ്രം ലാസ്റ്റ് 20 years or not. നമ്മൾ വേണുഗോപാൽ സർ ജോസഫ് ചാക്കോന്റെ കൂടെ ഉണ്ട്. നമസ്കാരം, എൻ്റെ പേര് മനീഷ് ഗാംഭീര, ഫൗണ്ടർ ഓഫ് piperin.in. ഇത് കർണാടക കേരള ബോർഡറിലുള്ളത്. ഇത് എൻ്റെ ഒരു നഴ്സറി ഉണ്ട്, ബ്ലാക്ക് പെപ്പർ, സയന്റിഫിക് ബ്ലാക്ക് പെപ്പർ നഴ്സറി, വേണുഗോപാൽ സാറിൻ്റെ ഗൈഡൻസിൽ നടക്കുന്നത്. ഇത് കേരള കർണാടക ബോർഡറാണ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിൻ്റെ പ്രോപ്പറായിട്ട് ധൂപ്പ എക്സിക്യൂട്ട് ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ഇതാണ് ധൂപ്പ. മട്ടി മലയാളത്തിൽ ഏലിയാന്തസ് ത്രൈപ്പൈസ, ഇംഗ്ലീഷ് പേര്. ഇത് നമ്മൾ കുരുമുളക് ചെടി വെക്കാൻ വേണ്ടി ഏറ്റവും പ്രശസ്തമുള്ള മരം. നമുക്ക് കുരുമുളക്, ഹൈൽഡ് കുരുമുളക് എടുക്കാൻ വേണ്ടിയിട്ട് എപ്പോൾ വെയിൽ വേണോ ആ ടൈം നേരത്തെ ഇത് വെയിൽ കൊടുക്കും. എപ്പോൾ ഷെയ്ഡ് വേണോ ആ നേരത്തെ ഇത് ഷെയ്ഡും കൊടുക്കും. പിന്നെ റൂട്ട് കോമ്പറ്റീഷൻ ഇല്ല, അസുഖവും ഇല്ല, പെട്ടെന്ന് വളരും. മീൻസ് വിതിൻ 6 to 1 year we can nurture black pepper plants in this. ഇത് ജസ്റ്റ് 6 month old ട്രീ. ഇതൊരു 6 മാസമായ ചെടിയേ ആയതുള്ളൂ. ഇനി ഒരു 3 മാസം കഴിഞ്ഞ ഉടൻ തന്നെ ഇതിലേക്ക് കുരുമുളക് തൈ കൊടുക്കുക. വിതിൻ 9 to 12 months we can nurture കുരുമുളക് plant in this. അല്ലാതെ ഈ ചെടിയിൽ 2 ബെനിഫിറ്റ് ഉണ്ട്. വുഡ് വാല്യൂ കൂടുതലുണ്ട്. പയ്യാനേക്കാട്ട് നല്ലോണം വുഡ് വാല്യൂ ഉണ്ട്. ഇരട്ടിയാണ് ഇതിൽ വുഡ് വാല്യൂ ഉള്ളത്. അതല്ലാത്ത റെസിൻ ഉണ്ട്. അത് ഒരു 10 കൊല്ലം കഴിഞ്ഞ മരത്തിൽ നല്ല റെസിനിക്ക് നല്ല ഗമ്മിന് നല്ല ഇതൊരു കാട്ടുമരമാണ്. ഈ കാട്ടിൽ നിന്ന് കിട്ടുന്ന ഈ മറന്ന് കിട്ടുന്ന ഗമ്മ് നല്ല വാല്യൂ ഉണ്ട്. ആ ഗമ്മിന് നല്ല വാല്യൂ ഉണ്ട്. പക്ഷെ പെർമിഷൻ എടുക്കണം. ആ പെർമിഷൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് കൊടുക്കുന്നുണ്ട്. മനസ്സിലായി. നമസ്കാരം. നമസ്കാരം. നമ്മളിതിപ്പം എത്ര ഏക്കർ അത് വെച്ചേക്കുന്നത്? ഇതിപ്പം അറൌണ്ട് 4 acre. ഇതിന്റെ അകത്ത് നമ്മൾ എന്തുമാത്രം ഇവിടെ മട്ടി വെച്ചിരിക്കുന്നത്? നമ്മളത് 9x9 സ്പേസിംഗ് അറൌണ്ട് 1500 മുകളിലുണ്ട്. ശരിക്കും ഇത് 9 അടി 9 അടി അകലമാണോ നമുക്കിത് കൊടുക്കേണ്ടത്? 10ന്റെ മുകളിൽ നല്ലത്. ഇപ്പൊ സ്പേസിംഗ് കൂടുതലായെങ്കിൽ ഡിസീസ് കുറവും. ഈ കുരുമുളകിന് നമ്മൾ ഈ ധൂപമരമാണ് ഏറ്റവും നല്ല മരം എന്ന് പറയുന്നുണ്ടല്ലോ. അതിന്റെ കാരണം എന്നാ? ഈ ധൂപ്പ ഫോറസ്റ്റ് ട്രീ ആണ്. കുരുമുളക് കാട് ചെടിയാണ്. എസ്പെഷ്യലി എവർഗ്രീൻ ട്രീ. എപ്പോ വെയിൽ വേണം ഇത് കുരുമുളകിന് ആ സമയത്ത് വെയിൽ കൊടുക്കും. എപ്പോ തണൽ വേണം ആ സമയത്ത് ഈ തണൽ കൊടുക്കും. അതാണ് മെയിൻ. അതെങ്ങനെയാ? ആഫ്റ്റർ ഫെബ്രുവരി തണൽ വേണം ആ സമയത്ത് തണൽ കൊടുക്കും. എവർഗ്രീൻ ഫോറസ്റ്റ് ട്രീ. പയ്യാനി ആവുമ്പോഴോ കൊടുക്കില്ല. ഇപ്പല്ല, ആഫ്റ്റർ 5 to 6 year അതിൽ ഇല കുറയും. ആ ലെവലിക്ക് തണൽ കൊടുക്കില്ല. സൺസ്കോർച്ച് വരും. അതായത് വേനൽക്കാലം അതിന്റെ ഇല പൊഴിക്കുന്നാണ് പറയുന്നത്. അതെ. ഇപ്പല്ല, ഒരു 5-6 കൊല്ലം കഴിഞ്ഞ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന മരമാണ് പയ്യാൻ. ഇതിന്റെ അപ്പൊ എന്നാ കാണിച്ചാൽ ആ വേനൽക്കാലത്ത് ഈ ഇല പോവും. പക്ഷെ ഒരു ഫെബ്രുവരി പിന്നെ സെറ്റ് ആവും. നമുക്ക് ആവശ്യമുള്ള ഫെബ്രുവരി ആഫ്റ്റർ ഹാർവെസ്റ്റിംഗ് ആ സെൻസ് ആവുന്ന ടൈം. അതായത് നമ്മള് വിളവെടുത്ത് കഴിയുമ്പോഴത്തേനും ഇത് പിന്നെ നല്ലപോലെ ഷെയ്ഡ് ആയിട്ട് തന്നെ എവർഗ്രീൻ ഫോറസ്റ്റ്. കന്നഡത്തിൽ നിത്യ ഹരിദ്വർണ്ണ മര അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. ഇതിന് പറയുന്നത് നിത്യ ഹരിദ്വർണ്ണ എവർഗ്രീൻ ഫോറസ്റ്റ്. അപ്പൊ പെപ്പറിന് ഷെയ്ഡ് വേണ്ട സമയത്ത് ഷെയ്ഡ് കൊടുക്കുകയും ചെയ്യും. അതുപോലെ തന്നെ വെയിൽ ആവശ്യം മണ്ട കട്ട് ചെയ്ത് കളഞ്ഞാൽ ഒരു പ്രശ്നമില്ല. പിണ്ട് അതുപോലെ കയറിപ്പോരും.
2-3 മാസം കഴിയുമ്പോഴത്തേനും കൊടി വെക്കുമോ ഇത്തരം കൊടി വെക്കാം ഇനി റെയിൻ സീസൺ തുടങ്ങുമ്പോൾ വെക്കാം പിന്നെ വെക്കുമ്പോൾ ഒരു ശ്രദ്ധിക്കണം വെള്ളം നിൽക്കാൻ പാടില്ല ഇത് കുറച്ച് മണ്ണ് ഇങ്ങനെ ഇത് ബെഡ് റൈസ്ഡ് ബെഡ് ആക്കിയിട്ട് വെക്കണം. അത് നമ്മൾ കപ്പയ്ക്ക് ഓർഡർ എടുക്കുന്ന പോലെ സെയിം സംഭവം. കുരുമുളക് ആവുമ്പോ ഒരു 5 മിനിറ്റ് വെള്ളം നിൽക്കാൻ പാടില്ല. എന്നാൽ എന്ത് പ്രശ്നമാവെന്ന് പറഞ്ഞാൽ കുരുമുളകിന് ഫൈബറസ് റൂട്ടാണ്, അതിന് സെൽവാലില്ല. സെൽവാലില്ലാകുമ്പോ 5 മിനിറ്റ് വെള്ളം നിന്നാൽ ആ റൂട്ട് ഡാമേജ് ആവും, പിന്നെ ഫൈറ്റോത്തോർ അറ്റാക്ക് ആവും, തൈ ചടിയും പോവും. വേറെ കവുങ്ക് ഇത് തേങ്ങ ഇതൊക്കെ റൂട്ട് റീജനറേഷൻ കപ്പാസിറ്റി ഉണ്ട്, കുരുമുളകിനില്ല. അതുകൊണ്ട് ബെഡ് റൈസ് ആവണം, അത് മസ്റ്റ്. പിന്നെ വേറൊരുണ്ട്, ഈ നമ്മൾ ധൂപ്പല്ലേ, ധൂപ്പ എന്ന് പറയുന്നത് നമ്മൾ ഈ മട്ടി മട്ടി അത് ആദ്യം എക്സിക്യൂട്ട് ചെയ്തത് പണ്ണൂർ റിസർച്ച് സ്റ്റേഷൻ നമ്മളെ കേരളത്തിലാണ്, കണ്ണൂർ. അവിടെ അത് എക്സിക്യൂട്ട് ചെയ്തത്. ഇവിടെ കർണാടകയെ പിടിക്കുന്ന തന്നെ നമുക്ക് കേരളത്തിന് ഇത് പിടിച്ച് നല്ല ഇതുപോലെ വളർന്നു കിട്ടുമോ? സാറേ ഈ സീഡ് കൊടുക്കുന്നത് തൃശ്ശൂരാണ്. ഇതിന്റെ സീഡ് നമുക്ക് കിട്ടുന്നത് തൃശ്ശൂർ നിങ്ങൾ ഇങ്ങോട്ട് വരുന്നത്. ഞാൻ പ്രഭാകർ ഫില്ലേ സാർ, അവരാണ് നമുക്ക് കൊടുത്തത്. അതെ, തൃശ്ശൂരിൽ നിന്നാണ് ഇതിന്റെ സീഡ് നമ്മൾ മേടിച്ചത്. അപ്പൊ ഇത് കേരളത്തിൽ വളരെ നമ്മൾ പേടിക്കുന്ന കാര്യമില്ല. ഇത് നമുക്ക് ത്രൂ ഔട്ട് ഇന്ത്യ ഈ സീഡ് സപ്ലൈ കൊടുക്കുന്നത് തൃശ്ശൂരാണ്. ത്രൂ ഔട്ട് ഇന്ത്യ. ഞാൻ പോയിട്ട് ഈ സീഡ് കൊണ്ടുപോകാൻ തൃശ്ശൂർ സീഡ് ഡിപ്പാർട്ട്മെന്റ്. ഇനി നല്ല പ്രൊമോട്ട് ചെയ്യുന്നത് തൃശ്ശൂർ, ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് കണ്ണൂർ. ഇതിപ്പോ ആൾക്കാർ വ്യാപകമായിട്ട് തന്നെ ഇപ്പൊ വെക്കുന്നുണ്ട്. ആൾക്കാർ നല്ലോണം വെക്കുന്നുണ്ട്, സയന്റിഫിക് ആയിട്ട് വെക്കുന്നുണ്ട്. പയ്യാനി എന്നുള്ള ദോഷം മനസ്സിലാക്കി ആൾക്കാർ ഇതിലേക്ക് മാറണം. പയ്യാനി ആദ്യ ഒരു പ്രൊമോഷൻ ചെയ്യുമ്പോ ആയെങ്കിലും പയ്യാനി വെക്കണമെന്നെങ്കിൽ ഒരു ധൂപ്പ ഒരു പയ്യാനി. സംഭവം എന്ന് പറഞ്ഞാൽ ആ സ്ട്രെസ് പീരിയഡിൽ തണൽ വേണം. You have to understand that concept. ആ തണൽ കൊടുക്കണം. ഇതിപ്പോ നമ്മൾ തൃശ്ശൂരിൽ നിന്ന് കിട്ടുന്നതാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നമ്മൾ ഇതിന്റെ വിത്ത് നമ്മൾ എവിടെ നിന്ന് കളക്ട് ചെയ്തിട്ട് വരുന്നത്? അത് തൃശ്ശൂർ ലോക്കൽ ഫോറസ്റ്റ്, പിന്നെ കണ്ണൂർ, നമ്മൾ കേരള എല്ലാ ഫോറസ്റ്റിലും ഇത് വിത്ത് കിട്ടും. അത് വിത്ത് കളക്ട് ചെയ്യുന്ന ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ ആളുണ്ട്, അവർ കളക്ട് ചെയ്യും, അത് തൃശ്ശൂരിലോട്ട് സെൻഡ് ആക്കും. അങ്ങനെ അപ്പൊ നമ്മള് തൃശ്ശൂരിൽ നിന്നാണ് വിത്ത് നമ്മൾ എടുക്കുന്നത്. അവിടുത്തെ കാട്ടിൽ നിന്ന് അവർ ശേഖരിച്ചുകൊണ്ട് വരുന്ന വിത്ത് നമ്മൾ എടുക്കുവാണ്. ഇത് നമ്മൾ കേട്ടു. ഇതിപ്പം പുതിയതായിട്ട് ഇവിടെ കർണാടകയില ഇപ്പം പെപ്പർ പ്ലാന്റ് ചെയ്യുന്ന എല്ലാവരും കൂടുതലായിട്ട് ഇത് തന്നെ ചെയ്യുന്നതെന്ന് പറഞ്ഞു. നമ്മുടെ ജോസഫ് ചാക്കോ സാറിനെ പോലെ. ജോസഫ് ചാക്കോ ഇപ്പൊ കർണാടകത്തിൽ ലെജൻഡ്, എന്റെ ഗോഡ് ഫാദർ. അവർക്ക് അറിയാം, ഹി ഹാസ് എക്സ്പീരിയൻസ് ഫ്രം ലാസ്റ്റ് 20 years ഓൺവേർഡ്സ്. പിന്നെ നമ്മൾ വേണുഗോപാൽ സാർ ജോസഫ് ചാക്കോന്റെ കൂടെ ഉണ്ട്. അപ്പൊ ഫീൽഡ് എക്സ്പീരിയൻസ് കർണാടകത്തിൽ അയാളുടെ അത്ര ആർക്കും ഇല്ല. സിൽവർ റോക്കിൽ സാർ ചെയ്തിട്ടുണ്ട്, പയ്യാനി എക്സ്പെരിമെന്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അയാൾ പ്രിഫർ ചെയ്യുന്നത് ധൂപ്പ മട്ടി. മീൻസ് പയ്യാനിൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ പ്രൂണിങ്, കൂടുതൽ പ്രൂണിങ്ങിന്റെ പ്രശ്നം. ഇറ്റ്സ് ഹാർഡ് ട്രീ, ലിറ്ററലി ഹാർഡ് ട്രീ. പയ്യാനി അതെ സെയിം സ്ട്രെസ്സിന്റെ പ്രോബ്ലം. പിന്നെ റൂട്ട് കോമ്പറ്റീഷൻ ഉണ്ട്. എങ്ങനെ പയ്യാനി പയ്യാനിയിൽ റൂട്ട് കോമ്പറ്റീഷൻ, റൂട്ട് കൂടുതലാണ്. റൂട്ട് അല്ല, മുകളിലോട്ട് വരും. റൂട്ട് മുകളിലോട്ട് നമ്മളെ ചേണയല്ലേ, ചേന വന്ന പോലെ വരും. ഈ പ്രശ്നമില്ല, റൂട്ട് താഴോട്ട് പോകും. അതല്ല മെയിൻ ഇത്. പിന്നെ ഈ മറ്റൊരു പ്രശ്നമുണ്ട്, ഒരു 20 കൊല്ലം കഴിഞ്ഞ ശേഷം ആൾറെഡി പറഞ്ഞിട്ടുണ്ട് വുഡ് വാല്യൂ നല്ലോണം ഉണ്ട്. സെക്കൻഡ് ഓപ്ഷൻ റെസിൻ എടുക്കാം. അതിന് പെർമിഷൻ എടുക്കണം. നമുക്ക് കുരുമുളക് പോയി കഴിഞ്ഞാൽ ആ കൊല്ല കുരുമുളകിനെക്കാട്ട് കൂടുതൽ ലാഭമുണ്ട് റെസിൻ കൊണ്ട്. നല്ല സെക്കൻഡറി സെക്കൻഡറി വേറെ ബെനിഫിറ്റ് കൂടെ ഉണ്ട്. ഈ ഇത് അതിന് പെർമിഷൻ എടുക്കണം. ഫോറസ്റ്റ് കാട് മറായത് കൊണ്ട് ആ റെസിൻ എടുക്കാൻ നമ്മൾ സെയിം സ്ഥലമെങ്കിൽ ഫോറസ്റ്റിന് പെർമിഷൻ എടുക്കണം. എത്ര അടി പൊക്കം വരെ നമുക്കിത് പൊങ്ങുക? നമ്മൾ 30 ഫീറ്റ് റിസ്ട്രിക്ട് ചെയ്യുന്നത് നല്ലത്. മാക്സിമം 30 ഫീറ്റ്. അപ്പൊ 10x10 ചെയ്യുമ്പോൾ 30 ഫീറ്റ് മാക്സിമം മതി. 30 ഫീറ്റ് ഇറ്റ്സ് ഇനഫ്. നമുക്ക് ഹാർവെസ്റ്റിംഗ് എളുപ്പമാവും. ഇതിന് നമുക്ക് കാറ്റ് പിടിച്ച് ഇത് ഒടിഞ്ഞു പോവോ? അങ്ങനെ വല്ലതും ഒക്കെ ഉണ്ടോ? അത് മറിഞ്ഞു പോവോ? നിങ്ങൾ മലവേപ്പ് ഹെബ്ബേന്ന് കന്നഡത്തിൽ പറയും, മീരിയ ദൂബിയ. അതിനുണ്ട്. ഇതിന് അങ്ങനെ പ്രശ്നം ഉണ്ടാകില്ല. പയ്യാനി അത്ര സയന്റിഫിക് പ്ലാന്റ് അല്ല. ഇത് നമുക്ക് ഒരു ത്രൂ ഔട്ട് ലൈഫ് ഇത് എവർഗ്രീൻ ഫോറസ്റ്റ് ആണ്. പയ്യാനി ഒരു 10 കൊല്ലം വരെ നല്ല ഇല ഉണ്ടാവും, പിന്നെ ഇതിൽ ഇല കാണില്ല. നമ്മുടെ നാട്ടിൽ പയ്യാനി നമ്മൾ ലോക്കലായിട്ട് കാണുന്ന മരമാണ് പയ്യാനി. ഇറ്റ്സ് എ നോർമൽ ട്രീ. ധൂപ്പ പയ്യാനി രണ്ടും. അപ്പൊ പയ്യാനി ആ സമയം ആകുമ്പോഴത്തേനും ഇല പൊഴിക്കുന്നാണ് പറയുന്നത്. നമുക്ക് ഈ എസ്പെഷ്യലി ഒരു സ്ട്രെസ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ടു ഗെറ്റ് ഹൈ yield, എസ്പെഷ്യലി മാംഗോ, പ്രൊമോഗ്രനേറ്റ് ആൻഡ് ഇത് നമ്മളെ കുരുമുളക്. കോൺസെപ്റ്റ് ഓഫ് സ്ട്രെസ് എന്ന് പറയുന്നത് we are not giving food or nutrient to the plant, but at that time we have to give shade illengil. If you haven't given shade, double stress out. Only stress means a nutrient food kodutillengil after harvest minimum some period 4 to 6 months you are not supposed to give food.
അപ്പോൾ ഫുഡ് കൊടുത്തില്ലെങ്കിൽ കുരുമുളക് വെയിന് പ്ലാന്റിന് ഒരു സെൻസ് ആവും വി ആർ ഫർദർ വി ആർ നോട്ട് ഗോയിങ് ടു ഗെറ്റ് ഫുഡ്. അപ്പോൾ വാട്ട് പ്ലാന്റ് ഗോയിങ് ടു തിങ്ക് ഈസ് ഇറ്റ് ഗോയിങ് ടു പ്രൊഡ്യൂസ് നെക്സ്റ്റ് ജനറേഷൻ മോർ. പറഞ്ഞാൽ ആ നെക്സ്റ്റ് തലമുറ കൂടുതലാക്കാൻ ട്രൈ ആക്കും. ഞാൻ കുരുമുളക് ചെടി ഞാൻ ചാവാൻ പോവാ, എൻ്റെ നെക്സ്റ്റ് തലമുറ ഇനി കൂടുതലാവണം വിചാരിക്കും. ആ ഒരു സെൻസ് ആവാൻ 4 to 6 വീക്ക് വേണം. അവർ ഈ കുരുമുളക് തൈ, അതായത് ഒരു 3-4 മാസം അവർക്ക്, 4 ആഴ്ച, വീക്സ്, ആഴ്ച നമുക്ക് ഈ ഷെയ്ഡ് വേണം. ഫുഡ് കൊടുക്കരുത്. മീൻസ് ഫുഡ് അബ്സോർബ് ചെയ്യുന്ന ത്രൂ വാട്ടർ. അപ്പൊ വാട്ടർ കൊടുത്തില്ലെങ്കിൽ ഫുഡ് അബ്സോർബ് ആവില്ല. ഏത് ഫുഡ് ആയെങ്കിൽ ഇറ്റ് വിൽ അബ്സോർബ് ഇൻ ദ ഫോം സൊല്യൂബിൾ ഫോം, ഇൻ ദ ഫോം ഓഫ് വാട്ടർ. വാട്ടർ കൊടുത്തില്ലെങ്കിൽ ഫുഡ് അബ്സോർബ് ആവില്ല. ഫുഡ് അബ്സോർബ് ആവാത്ത കണ്ടീഷൻ സ്ട്രെസ് എന്ന് പറയും. അപ്പൊ അവിടെ ഈ മട്ടി പോലുള്ള മരം നമുക്ക് എങ്ങനെ ആ ടൈമിൽ നല്ലോണം ഷെയ്ഡ് കൊടുക്കും. ആ സമയത്ത് ഫയ്യാനി വെള്ളം കൊടുത്തില്ലെങ്കിൽ നല്ല ഷെയ്ഡ് എല്ലാം ഡ്രോപ്പ് ആവും. വേനൽക്കാലത്ത് അത് 5-6 ഒരു മിനിമം ആഫ്റ്റർ 5-6 കൊല്ലം കഴിഞ്ഞിട്ട്, 5-6 കൊല്ലം സ്ട്രെങ്ത്തിന് വന്ന ശേഷം പയ്യാനി നമ്മൾ തുളുവിൽ ബൊണ്ടുബാര എന്ന് പറയുന്നു. പയ്യാനി ഇത് ഏലിയാന്ത സ്ത്രൈപ്പൈസ. അതായത് ഒരു 5-6 കൊല്ലം കഴിയുമ്പോഴത്തേനും ഈ പയ്യാണ്ടി ഇല അതൊരു പൊഴിക്കുന്നാണ് പറയുന്നത്. അത് ഈ ഡ്രോപ്പ് ആവും. അങ്ങനെ പോയിട്ട് കഴിഞ്ഞാൽ അത് ചെടിക്ക് നമുക്ക് ഒരു നോർമൽ ഈൽഡ് കിട്ടും. നമുക്ക് ഹൈ ഈൽഡ് കിട്ടാൻ വേണ്ടി സ്ട്രെസ് കൊടുക്കണം. സ്ട്രെസ് കൊടുത്ത പ്ലാന്റിൽ അത് ഫോറസ്റ്റ് ട്രീസ് വി ക്യാൻ ഗെറ്റ് അപ് ടു 12. അപ്പൊ ഇതിന് അങ്ങനെ ഇല പൊഴിച്ചിട്ടുണ്ടാകുന്നില്ല, ഇല പോകാൻ എവർഗ്രീൻ ഫോറസ്റ്റ്. ധൂപ്പ പറയുന്ന എവർഗ്രീൻ സ്ട്രെയിറ്റ് പോകും പെട്ടെന്ന്. അതായത് നമ്മുടെ പയ്യാനി വളർന്നു തന്നെ ഒറ്റ തണ്ടായിട്ട് തന്നെ സ്ട്രെയിറ്റ് പോകും. അല്ലാതെ ഇത് ടോപ്പ് പ്രൂൺ ചെയ്താൽ സൈഡിൽ നിന്ന് ബ്രാഞ്ച് വരില്ല. മനസ്സിലായ? സൈഡിൽ നിന്ന് ടോപ്പ് പ്രൂൺ ചെയ്താൽ സൈഡിൽ ബ്രാഞ്ച് വരില്ല. പയ്യാനി ടോപ്പ് പ്രൂൺ ചെയ്ത പ്രശ്നമില്ല. പയ്യാനി സ്ട്രെസ്സിന്റെ പ്രശ്നമില്ല. എസ്പെഷ്യലി സ്ട്രെസ് കൊടുക്കുമ്പോൾ നമുക്ക് കൂടുതൽ ഈൽഡ് കിട്ടില്ല. ഫൈനലി വാട്ട് വി വാണ്ട് മണി, ബട്ട് അലോങ് വിത്ത് ദ നേച്ചർ വേണം. ഇത് കോൺക്രീറ്റ് പോസ്റ്റോ PVC പൈപ്പിന്റെ കൂടെ ചെയ്യാം. അത് സെയിം പ്രോബ്ലം. സ്ട്രെസ് കൊടുക്കുമ്പോ ഈ ഷെയ്ഡില്ല, അത് നടക്കില്ല. ഇതിന് ഞാൻ ചോദിക്കുന്നത്, ഇത് നമുക്ക് ഈ ഒരു ഏകദേശം എത്ര നാളാകുമ്പോൾ ഇത് വെച്ച് കഴിഞ്ഞാൽ എത്ര നാളാകുമ്പോൾ നമുക്ക് ഇതിപ്പം തൈ നടാൻ പറ്റും? വിതിൻ 1 year. ഇതിപ്പോ എത്ര നാളായോട് ചെടിയായത്? ഇതൊരു 6 months, 6 മാസമായോട്. 6 മാസം ആയപ്പോഴത്തേനും ഒരു 5 അടി അടുത്ത് ശരാശരി എല്ലാം ഒരു 5 അടി അടുത്ത് നമുക്ക് പൊക്കത്തിലേക്ക് വരുന്നുണ്ടല്ലോ ഇത്. ഒരു കൊല്ലാകുമ്പോ ഇത് തൈ ഒരു കൊല്ലാകുമ്പോ തൈ ഇടാം. ഇത് വെച്ചിട്ട് 6 മാസമായെന്നുള്ള ആയിട്ടുള്ളതല്ലേ പറഞ്ഞത്? ഇപ്പൊ തന്നെ നമുക്ക് ഏകദേശം തൈ ഇടാൻ ഭാഗത്തിന്റെ പൊക്കത്തിലേക്ക് ഇത് എത്തിയിട്ടില്ല. നമ്മൾ കറക്റ്റ് ന്യൂട്രിയന്റ് കൊടുത്താൽ വിതിൻ 6 months ഇടാം. ഇത് പയ്യാനിയൊക്കെ കുറച്ചുകൂടെ സ്പീഡിൽ ഇത് വളരുന്നുണ്ടോ? ഈ സ്ഥലത്ത് അല്ല, നോർമൽ അല്ല, പയ്യാനിക്കാട്ടി ഇത് സ്പീഡ് കൂടുതൽ. പയ്യാനൊക്കെ സ്പീഡ് കൂടുതൽ വളരുന്നുണ്ട്. പയ്യാനിക്കാട്ടി സ്പീഡ് കൂടുതൽ. അതേസമയം ഇലകൾ ഇത് പൊഴിക്കുകയില്ല. ഇവർ വെച്ചത് 9x9. ഞാൻ പറയുന്ന 10x10 ഇസ് പ്രോപ്പർ സ്പേസ്. മീൻസ് 10x10 മീൻസ് പെർ ഏക്കർ മീൻസ് 435 പ്ലാന്റ് വെക്കാനാവും. ഒരു ഏക്കർ 10x10 വെച്ച് കഴിഞ്ഞാൽ 435.6 വേണ്ട, 435 വെക്കാം. മിനിമം 6 to 8 kg പെർ പ്ലാന്റ് എടുക്കും. ഒരു പ്ലാന്റ് എടുക്കാം 6 to 8 kg. അപ്പൊ നല്ല ലാഭം. അത് നല്ല ലാഭം. ചെയ്തേക്കുന്ന വളങ്ങൾ ഇതന്നെ നമ്മൾ ചെയ്തേക്കുന്നത് നോർമൽ ജൈവവള. ഇത് പിന്നെ ന്യൂട്രിയന്റ് കൊടുക്കാം, 19 അതൊക്കെ വളരാൻ വേണ്ടിട്ട് കൊടുക്കാം. ഇപ്പൊ നമ്മളിത് ജൈവവളം മാത്രമേ ചെയ്തിട്ടുള്ളൂ. ഇവർ ജൈവവള ഫാക്ടംബോസ് ചെയ്തിട്ടുണ്ട്. മനസ്സിൽ ശരിക്കും ഒരു കാട്ടുമരമാണോ ഇത്? ഇത് കാട്ടുമര ശരിക്കും പറഞ്ഞ ഇനി ഇവര് ഏത് ഫെർട്ടിലൈസർ കൊടുക്കുന്ന ആവശ്യമില്ല. സ്വാഭാവികമായിട്ട് വളർത്തി കിട്ടും. കാട്ടുമരണം ഇറ്റ്സ് സെക്സ് ന്യൂട്രിയന്റ്. മണ്ണ് കൊണ്ട് തന്നെ ഇത് എടുക്കും. ആവശ്യമില്ല. കാട്ടുമരം ശരിക്കും പറഞ്ഞാൽ കുരുമുളക് കാട്ടിലാവുന്ന ഒരു ചെടിയാണ്. കാട്ടിൽ എങ്ങനെ അതേപോലെ നമ്മൾ നോക്കണം, സ്ട്രെസ് കൊടുക്കണം, ആ സയന്റിഫിക് വേ പോകണം. കാടിൽ എന്ത് സയൻസ് നടക്കുന്നുണ്ട് അത് ഫോളോ ചെയ്യണം. അതല്ലാത്ത കോൺക്രീറ്റ് പോലും പിന്നെ PVC പൈപ്പ് ഇടരുത്. നമ്മൾ പ്രകൃതിന്റെ കൂടെ പോകണം. നമുക്ക് ലാഭമുണ്ട്. ആ സയൻസ് മനസ്സിലാക്കിയെങ്കിൽ ലാഭമുണ്ട്, നല്ല ലാഭമുണ്ട്. അതല്ലാത്ത ഈ നമ്മൾ നോർമലി ടോപ്പ് പ്രൂൺ ചെയ്യുമല്ലേ, ആ കംപ്ലീറ്റ് പ്രൂൺ ചെയ്താൽ ഈ തൈക്ക് ഒന്നും സംഭവിക്കാൻ പോവില്ല. മുകളിൽ നിന്ന് കട്ട് ചെയ്ത് അതിനൊന്നും സംഭവിക്കില്ല. അപ്പൊ ഞാൻ പിന്നെ ക്ലിപ്പായിട്ട് വരിക. എപ്പോ അങ്ങനെ മുകളിൽ നിന്ന് ടോപ്പ് പ്രൂൺ ചെയ്യുന്ന പറഞ്ഞാൽ റെയിൻ തുടങ്ങുമ്പോ അറ്റ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് മൂൺസൂൺ ഇനി ഒരു ഹ്യൂമിഡിറ്റി സെറ്റ് ആവും. സ്റ്റാർട്ട് ഓഫ് ജൂൺ ആ ഹ്യൂമിഡിറ്റി സെറ്റ് ആവുമ്പോ ബോത്ത് ഫ്ലവേഴ്സ് മെയിൽ ആൻഡ് ഫീമെയിൽ അത് പോളിനേഷൻ പ്രിപ്പയർ ആവും. പെപ്പറിന്റെ ബോത്ത് ഫ്ലവർ മെയിൽ ആൻഡ് ഫീമെയിൽ ശരിക്കും വെയിൽ കിട്ടില്ലെങ്കിൽ മെയിൽ ഡ്രോപ്പ് ആവും.
അത് അടക്ക തോട്ടത്തിലുള്ള വെയിൽ കിട്ടില്ലെങ്കിൽ മെയിൽ ഡ്രോപ്പ് ആവും. ഇത് കംപ്ലീറ്റ് പ്രൂൺ ചെയ്താൽ നല്ലോണം വെയിൽ കിട്ടും, മെയിൽ ഡ്രോപ്പ് ആവും. അപ്പൊ നല്ല ഫ്ലവറിംഗ് ആവും. അപ്പൊ 2 കോൺസെപ്റ്റ് ഉണ്ട് ഈൽഡ് കൂടുതൽ കിട്ടാൻ. അതെ, മഴക്കാലം ആകുമ്പോഴത്തേനും നമുക്ക് എത്ര വെയിൽ കിട്ടും ആസ് സൺ ആസ് പോസിബിൾ. എത്ര കൂടുതൽ വെയിൽ കിട്ടിയെങ്കിൽ അത്ര നല്ലത്. അറ്റ് ദി സ്റ്റാർട്ടിംഗ് ഓഫ് ജൂൺ, അതാണ് ഇതിന്റെ കോൺസെപ്റ്റ്. അപ്പൊ 2 കോൺസെപ്റ്റ് നമ്മൾ ഫോളോ ചെയ്യണം. ഒന്ന് ഇത് വെയിൽ, വേനൽക്കാലത്ത് ഇത് നല്ല തണല് കിട്ടുന്നുണ്ട്. റെയിനിങ്ങിൽ വെയിൽ അപ് ടു സെപ്റ്റംബർ ആ വെയിൽ കിട്ടണം. അങ്ങനെ കിട്ടിയെങ്കിൽ നല്ല ഫ്ലവറിംഗ് സെറ്റ് ആവും, ഇതാവും. സ്പേസിങ് കൊടുത്താൽ മറ്റൊരു കാര്യം, അസുഖക്കുറവ്. നമുക്ക് അതായത് 10-10 സ്പേസിങ് കൊടുത്താൽ അസുഖക്കുറവ്. അടുപ്പിച്ച് നടന്നേക്കാം, പ്ലാന്റ് അടുപ്പിച്ച് നടന്നേക്കാൻ ഏറ്റവും നല്ലത് സ്പേസ് കൊടുക്കുന്നത് നല്ലത്. പിന്നെ സ്പേസ് കൂടിയിട്ട് കാഫി ഇൻട്രോഡ്യൂസ് ചെയ്താലും നല്ലത്. ഇതിന്റെ ഇടയ്ക്കോ? അപ്പൊ നിങ്ങൾക്ക് സ്പേസ് കൂടുമ്പോ സ്പേസ് പ്രപ്പോർഷണൽ അത് ഹൈറ്റും കൂടുതൽ, ഹൈറ്റ് കൂട്ടണം. നിങ്ങൾക്ക് നല്ല ഹൈറ്റ് കുരുമുളക് എടുക്കാൻ ആളുണ്ടെങ്കിൽ സ്പേസ് കൂട്ടണം. അസുഖക്കുറവ്. കാഫി ഇൻട്രൊഡ്യൂസ് ചെയ്യുക, അതിൻ്റെ ഇടയ്ക്ക് ബുഷ് പെപ്പർ വേണമെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുക, ഇല്ലെങ്കിൽ വേണമെങ്കിൽ നിങ്ങൾ PVC ഇടയ്ക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യും, ഹൈറ്റ് കൊടുക്കാത്ത. പക്ഷെ ഇന്ത്യ സാമ്രാജ്യം തന്നെ ചെയ്യരുത്, PVC തന്നെ ചെയ്യരുത്. നമ്മൾ കാട്ടുമരം വേണം. കാട്ടുമരാണ് നല്ലത്. അതിന്റെ അത് മെയിൻ വേണം. ഒരു സംഭവം പെപ്പറിന് മൈക്രോ ക്ലൈമേറ്റ്. പെപ്പറിന് ഒരു മൈക്രോ, അതെങ്ങനെ പറഞ്ഞാൽ പെപ്പർ ഒരു മൈക്രോ ക്ലൈമേറ്റ് തന്നെ കൂടുതൽ നിങ്ങൾക്ക് കിട്ടും. ആ കാടിന്റെ എൻവിറോൺമെന്റ് വേണം. ആ കാടിന്റെ എൻവിറോൺമെന്റ് കൊടുക്കുന്നു ഈ കാട്ടുമരം. മനസ്സിലായോ? അങ്ങനെ ഞാൻ പറയാം, ഒരു ഏക്കറേക്ക് ഒരു 450 മരമെങ്കിൽ ഒരു 20 വേറെ കാട്ടുമര കൊടുക്കട്ടെ, മീലിയ ദുബൈ കൊടുക്കട്ടെ, 2 കൊടുക്കട്ടെ, വേറെ വേറെ ഉണ്ട് ഇൻഡിജീനിയസ് പ്ലാന്റ്സ്. കള, നമ്മളെ കന്നഡത്തിൽ കളകിട എന്ന് പറയും. ഇത് കൂടിയെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നല്ലത്. ഇതാണോ ഈ മൈക്രോ ന്യൂട്രിയന്റ് ഡെഫിഷ്യൻസി ശരിയാക്കുന്ന ഇത് ഇപ്പൊ കളയാണ്. നാച്ചുറൽ ഫാർമിംഗിൽ ഇത് കൂടിയെങ്കിൽ മാത്രം നമ്മൾ ഇത് മണ്ണ് ബാലൻസ് നമുക്ക് മനസ്സിലാവും. ഒന്നും ഇല്ലെങ്കിൽ മണ്ണിൽ ഒന്നും ന്യൂട്രിയന്റ് ഇല്ലാന്ന് മനസ്സിലാവുന്നു. ഇതുണ്ടെങ്കിൽ നല്ല ഓർഗാനിക് ഹ്യൂമസ് കൂടുമ്പോ ന്യൂട്രിയന്റ് റിച്ച് ആയിട്ടുള്ള ഒരു മണ്ണാണ്. അതെ, നിങ്ങൾ മണ്ണിൽ ന്യൂട്രിയന്റ് റിച്ച് ആയെങ്കിൽ ഓർഗാനിക് ഹ്യൂമസ് കൂടുമ്പോ ഇങ്ങനത്തെ പച്ച കൂടി കൊണ്ടുപോകും. അതൊക്കെ കുരുമുളക് ആവുമ്പോ ഇത് വേണം. കുരുമുളക് ഒരു കാട്ടു കൃഷിയാണ്. അപ്പൊ കാട്ടുമറ വേണോ, ഇങ്ങനത്തെ സംഭവം വേണോ. അങ്ങനെ ഉണ്ടാകുമ്പോൾ മാത്രം നല്ല കുരുമുളക് നിങ്ങൾക്ക് ഈൽഡ് കിട്ടും. നമ്മൾ പ്ലെയിൻ ലാൻഡ് അത് നമുക്ക് യൂട്യൂബിൽ കാണാൻ മാത്രം ഭംഗി, അങ്ങനെയല്ല. ഇനി നമ്മൾ കുരുമുളക് ഒരു നാച്ചുറൽ ആയിട്ട് കൊണ്ടുപോകണം. ഇന്ത്യത്തിൽ ഇനി ക്വാളിറ്റി പെപ്പർ ആവശ്യമുള്ളത്, ക്വാണ്ടിറ്റി അല്ല. അപ്പൊ റേറ്റ് എത്ര കുറവായെങ്കിൽ ഇനി ഒരു ബ്രാൻഡ് ആയിട്ട് നല്ല കെമിക്കൽ ഫ്രീ, റെസിഡ്യൂ ഫ്രീ പെപ്പർ കൊടുക്കുക. അതിന്റെ കൂടെ ഫെർട്ടൈൽ ലാൻഡ്. നമ്മൾ ഇനി അടുത്ത കോൺസെപ്റ്റ് റെസിഡ്യൂ ഫ്രീ പെപ്പർ, ഫംഗിസൈഡ് കൊടുക്കുക. എപ്പോ ഒരു നമ്മൾ ആഗസ്റ്റ് ശേഷം ഫംഗിസൈഡ് കൊടുക്കരുത്. അതുവരെ കൊടുക്കുക. അസുഖം അതുവരെ കൊടുത്തില്ലെങ്കിൽ, ആഗസ്റ്റ് ശേഷം കൊടുത്തില്ലെങ്കിൽ ഒരു ഫംഗിസൈഡിന്റെ ഹാഫ് ലൈഫ് പീരീഡ് ലെസ് ദാൻ 90 days. അതിന്റെ റെസിഡ്യൂ പീരീഡ് അപ്പൊ എന്തെങ്കിലും ലെസ് ദാൻ 90 days പിന്നെ പോവില്ല. അപ്പോ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്യുന്ന 90 days മുമ്പ് ഫംഗിസൈഡ് കൊടുക്കരുത്. ഇപ്പൊ നമ്മൾ ഇതിനകത്ത് കൃത്യമായിട്ട് നനയും ഈ കൂടെ തന്നെ പോകുന്നുണ്ട്. പോകുന്നുണ്ട്. വെള്ളം നിൽക്കാൻ പാടില്ല, ചോട്ടി വെള്ളം നിൽക്കാൻ പാടില്ല. കൂടുതൽ നമ്മൾ ഇത് വേണം, എന്താ നമ്മളെ പുല്ല് വേണം. അത് വന്നാലേ നമ്മള് ലാൻഡ് പ്രിപ്പറേഷൻ റെഡി ആയി നമുക്ക് മനസ്സിലാവും. ട്രോപ്പിക്കൽ ക്ലൈമറ്റ്, വാർം ഹ്യൂമിഡ് ക്ലൈമറ്റിൽ കുരുമുളക് വെക്കാൻ ഏറ്റവും പ്രാശസ്ത്യമുള്ള മരമാണ് ഇത്. ദി ബെസ്റ്റ് മരമാണ് കുരുമുളക് വെക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി കമ്പാരിറ്റീവ് ടു മലവേപ്പ് അല്ലാത്ത പയ്യാനിൽ നമുക്ക് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ നല്ലോണം കിട്ടും. ബട്ട് ഈൽഡ് കിട്ടില്ല. ഈൽഡ് നമ്മൾ പറയുന്ന അത്ര ഈൽഡ് പയ്യാനിൽ കിട്ടാൻ സാധ്യത കുറവ്. ഇത് അങ്ങനെയല്ല. ഇതിന് നമുക്ക് ഈൽഡ് കിട്ടാനുണ്ട്. സയന്റിഫിക് വേ പെപ്പർ ചെയ്യുമ്പോൾ ഈ നല്ലോണം ഈൽഡ് കിട്ടുന്നു.